ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് വേറെ കുറച്ച് മീൽ പ്രപ്പ് ഐഡിയാസുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ചൊവ്വാഴ്ച രാത്രിയിലാണ് എടുത്തിരിക്കുന്നത് ഞാൻ. അപ്പം ഞാൻ അടുത്ത ദിവസത്തേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് ചെമ്മീനാണ്. ഇത് ഞങ്ങളുടെ സിംബയാണ്, അവൻ്റെ ഡിന്നർ ടൈമാണ്. അപ്പോൾ അവന് വിളിച്ച് ഫുഡൊക്കെ കൊടുത്തത്. അപ്പം ഞാൻ അടുത്ത ദിവസത്തേക്ക് ചെമ്മീനാണ് വാങ്ങിച്ചു വെച്ചിരുന്നത്. അപ്പോൾ ചെമ്മീൻ ജസ്റ്റ് ഒരു മസാല പോലെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് തലേന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ എടുത്തൊന്ന് ചൂടാക്കിയാൽ മതി. ഫ്രിഡ്ജിൽ വെക്കുവേ, അല്ലെങ്കിൽ ചീത്തയാവുമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് മോന് ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് എൻ്റെ പണി തീർക്കാമല്ലോ. പിന്നെ നാളെ ഇഡ്ഡലി മാവെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ സാമ്പാറാണ്. ഞാനിപ്പോൾ എടുത്തുണ്ട് പരിപ്പ് ഞാൻ ജസ്റ്റ് ഒരു പിടിയേ എടുത്തിട്ടുള്ളേ. അപ്പോൾ അതിലേക്ക് ഒരു സവാളയും ഒരു തക്കാളിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് ഈ പരിപ്പ് മാത്രമായിട്ട് വേവിക്കാൻ വെക്കും. ഞാനപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പരിപ്പ് വേവിച്ചിട്ട് ഇത് ഫാനിൻ്റെ മൂട്ടിൽ വെച്ച് നന്നായിട്ട് ആറാനങ്ങ് വെക്കും. ഇത് ഞാൻ ദോശമാവ് അരച്ച് വെച്ചതാണ്. അപ്പോൾ ആറാൻ വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ ഉണ്ടല്ലോ. ഇപ്പം സാമ്പാറിനുള്ള പച്ചക്കറികളാണ് ഞാൻ ഈ അരിയുന്നത്. ഈ പച്ചക്കറി അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കും, അതിപ്പോഴേ വേവിച്ച് വെക്കുകയല്ല. എന്നിട്ട് രാവിലെ ഈ പച്ചക്കറി എടുത്ത് ആദ്യം കുക്കറിലിട്ട് വേവിച്ച് കഴിഞ്ഞ് ഒരു വിസിലടിച്ചാൽ മതി ആ വേവാൻ. എന്നിട്ട് ഈ തലേന്ന് വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ, അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ആ പരിപ്പ് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിക്കും. അപ്പം ഈ ഉള്ളി തക്കാളി എല്ലാം അതിനകത്തുണ്ടല്ലോ, ഈ പരിപ്പും കൂടെ അടിച്ച് കഴിയുമ്പോഴത്തേന് നല്ലൊരു കൊഴുപ്പ് കിട്ടും. നമ്മളപ്പോൾ ശരിക്കും ഒരു പിടി പരിപ്പ് മതി, പക്ഷേങ്കിൽ നല്ല കൊഴുത്ത്, നല്ല ആവശ്യത്തിന് കൊഴുപ്പുള്ള നല്ല സാമ്പാർ കിട്ടും, നല്ല ടേസ്റ്റുമാണ്. ഞാൻ അങ്ങനെ സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാൻ താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടു കേട്ടോ. അതിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ ചെയ്യുന്നതെന്ന്. വലിയ പരിപാടികളൊന്നുമില്ല, ഞാനീ പറഞ്ഞ് ഇത്രേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിൽ വേറെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യണം നോക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മതിയേ. ഇപ്പം ഞാൻ കാണിച്ചത് എൻ്റെ ഡിന്നറാണ്. ബ്രെഡിനകത്ത് ചക്ക വരട്ടി ചെയ്ത് വെച്ചത്. അങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ കോമ്പിനേഷൻ? നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എനിക്ക് ബ്രെഡും ജാമിനെക്കാട്ടിലൊക്കെ ഇഷ്ടമാണ് ബ്രെഡും ചക്ക വരട്ടിയതും കൂടെ. അപ്പോൾ അതുകൂടെ ജസ്റ്റ് വിശന്നപ്പോൾ ഇതിനിടയ്ക്ക് ഒന്ന് കഴിച്ചതാണ്. പിന്നെ രണ്ടാമത് പിന്നെ ഞാൻ പ്ലാൻ ചെയ്ത് ഒരു തോരനാണ്. അപ്പം ക്യാബേജ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നത് തന്നെ, ഫ്രീസറിൽ നിന്ന് ഇപ്പോൾ എടുത്ത് ഡയറക്റ്റ് ഇപ്പം ഇതിലേക്ക് തട്ടിയിട്ട് അതൊരു തോരനൂടെ വെക്കുകയാണ്. അപ്പോൾ നാളത്തേക്ക് ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് രാവിലെ ഇഡ്ഡലിയും ദോശയാണെങ്കിൽ ഞാൻ സാമ്പാർ വെക്കും. അപ്പോൾ ഉച്ചക്കത്തേക്കൂടെ സാമ്പാറാവുമല്ലോ. അപ്പോൾ ഒഴിക്കാൻ എന്തെങ്കിലും ഒരു കറി ഇവിടെ എല്ലാവർക്കും വേണമെന്നൊരു താല്പര്യം കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഒഴിച്ചുകൂട്ടാൻ കാണും, പിന്നെ മീൻ അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെ എന്തെങ്കിലും കാണും, പിന്നെ ഒരു തോരനോ മെഴുക്കുവരട്ടിയോ കാണും. സാധാരണ എപ്പോഴും ഇത്രയും കറികളാണ് ചെയ്യാറുള്ളത്. പിന്നെ എന്തെങ്കിലും നല്ല മൂടാണ് ചിലപ്പം ഒരു എക്സ്ട്രയും കൂടെ കാണും. എന്നാലും യൂഷ്വലി സ്കൂളുള്ള ദിവസങ്ങളിൽ ഇത്രയായിരിക്കും ഞാൻ സ്ഥിരം വെക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഒഴിച്ചു കൂട്ടാനും എന്തെങ്കിലും ഒരു തോരനോ മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ മീനോ ഇറച്ചിയോ, ചിലപ്പോൾ മീൻ കറി ആയിരിക്കാം, ചിലപ്പോൾ മീൻ ഫ്രൈ ആയിരിക്കാം. അത് വാങ്ങിക്കുന്ന മീനിൻ്റെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതിപ്പം തോരനും കൂടെ ഒന്ന് എല്ലാം അരപ്പൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഇത്രയും പാത്രങ്ങളൊക്കെ കഴുകാനായി. അപ്പം ഞാൻ സാധാരണ ഇതോട്ട് അടുപ്പത്ത് ഇപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഓൾറെഡി ഇപ്പോൾ പരിപ്പ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, തോരനും അടുപ്പത്തിരിപ്പുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ആയ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി അപ്പോഴേ അങ്ങ് മാറ്റി വെക്കും. എല്ലാം പിന്നെ അവസാനം എല്ലാം കൂടെ കഴുകാനിരിക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് പാത്രങ്ങളെല്ലാം കൂടെ കൂമ്പാരമായി, പിന്നെ ഭയങ്കര പാടല്ലേ. പിന്നെ എനിക്ക് ശരിക്കും ഈ കഴുകുന്ന സിങ്ക് ഇത്തിരി ചെറുതാട്ടോ. അപ്പോൾ ഒത്തിരി പാത്രങ്ങളായാലും കഴുകിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അപ്പോൾ ആവുന്ന പാത്രങ്ങൾ ഞാൻ കഴുകി മാറ്റി വെക്കുവേ. ഇത് ആ സമയം കൊണ്ട് ഇപ്പോൾ തോരനെല്ലാം ഒന്നായിട്ടുണ്ട്. അപ്പോൾ തോരനെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഫാനിൻ്റെ മൂട്ടിലേക്ക് ഞാനിപ്പോൾ അങ്ങ് ആറാൻ വെക്കുവേ. ഇനിയിപ്പോൾ എന്താണ്ട് മറ്റേ ചെമ്മീനൊരു മസാല വെക്കുകയാണ്. അതൊരു സിമ്പിളായിട്ടൊരു മസാലയാണ് വെക്കുന്നത്. അതിലിപ്പോൾ ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്, ഇത്രയും കൂടിയിട്ട് നല്ലോണം വഴറ്റി അതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. അതും ചേർത്ത് ഒരു ചെറിയൊരു പീസ് തക്കാളി, ഒരു വലിയ തക്കാളി ആണെങ്കിൽ ഒരു 1/4 മുറി തക്കാളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അധികം തക്കാളി ചേർക്കാറില്ല, കാരണം ഒത്തിരി പുളി ഇതിലേക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് അടച്ച് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സവാള വഴണ്ട് കിട്ടും. അപ്പോൾ അതൊന്ന് അടച്ച് സവാള ഒന്ന് വഴണ്ട് വരുമ്പം ഈ ഒരു പാകത്തിന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് തക്കാളിയും കൂടി ഇടും. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ തക്കാളി നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നറിയാം, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളേ.
അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ കുക്കറെല്ലാം വിസിലടിച്ച് പരിപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3-4 വിസിൽ മതിയാവും. മറ്റേ സാധാരണ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പരിപ്പ് നേരത്തെ ഉണ്ടല്ലോ ഒന്ന് കുതിരാനിട്ട് വെക്കുവേ. അപ്പം നമ്മൾ പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു വിസിലടിക്കുമ്പോഴത്തേന് പരിപ്പ് വെന്ത് കിട്ടും. ഇതിപ്പോൾ ഞാൻ കുതിരാൻ വെക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അത് കാരണം ഒരു 3-4 വിസിലടിച്ച് കഴിയുമ്പോഴത്തേന് ഇത് വെന്ത് ഓക്കെ ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ അതും അങ്ങ് ആറാൻ ഞാൻ ഫാനിൻ്റെ മൂട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം മസാല ഉണ്ടാക്കാൻ വേണ്ടി അതിനകത്ത് ഇപ്പം മഞ്ഞൾ, മുളക്, കുരുമുളക് പൊടി ഇത്രയാണ് ഞാനിപ്പം ചെമ്മീൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് ചേർത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു രീതി ചെയ്തെടുത്താലും ഉണ്ടല്ലോ നല്ല രുചിയാട്ടോ ഈ ചെമ്മീൻ്റെ ഇത് ചെയ്തെടുക്കുമ്പോൾ. പ്രത്യേകിച്ചും നമ്മളിതിൽ ഈ തേങ്ങാക്കൊത്തിടുമ്പം ഒരു ചെമ്മീനൊരു പ്രത്യേക രുചി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ചെമ്മീൻ അധികം വേവില്ലല്ലോ, നമ്മളിത് ജസ്റ്റ് മിക്സ് ചെയ്തൊന്ന് അടച്ച് എനിക്കൊരു 10-15 മിനിറ്റും കൊണ്ടൊക്കെ ചെമ്മീൻ നന്നായിട്ട് വെന്ത് കിട്ടുമല്ലോ. ഇത് ചെമ്മീൻ ഒത്തിരി ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് റബ്ബർ പോലെ ആയിപ്പോവും. ജസ്റ്റ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ആ പാകത്തിനൊന്ന് വെന്ത് വാങ്ങിയാൽ മതി. ഒരു 10 മിനിറ്റ് മാക്സിമം പോയാൽ ആവത്തുള്ളൂ ചെമ്മീൻ വെന്ത് കിട്ടാൻ. ആ സമയം കൊണ്ട് ഞാൻ എന്താ ഒരു അച്ചാറൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു സ്പെഷ്യൽ അച്ചാറാണ്. ഇത് ഞാൻ കുറച്ച് ആപ്പിൾ വാങ്ങിച്ചു വെച്ചിരുന്നു. അപ്പോൾ അതൊരു 2 ആപ്പിൾ ഇതുകൊണ്ട് ആരും കഴിക്കാതെ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിരുന്ന് ചീത്തയായപ്പോൾ ഉണ്ടാകുന്ന വെച്ചാൽ ആപ്പിൾ ഇട്ടാണ് ഞാൻ അച്ചാറുണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ്ട് ഈ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതും കൂടെ അങ്ങ് ഫാനിൻ്റെ മൂട്ടിലേക്ക് ഇപ്പോൾ വെക്കുക. അപ്പോൾ ആപ്പിൾ അച്ചാർ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഗ്രീൻ ആപ്പിൾ ഇട്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രീൻ ആപ്പിൾ ഇട്ട് അച്ചാർ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. നമ്മൾ മാങ്ങാച്ചാറിൻ്റെ ഒക്കെ ഏകദേശം നല്ലൊരു അടുത്ത് നിൽക്കും ഗ്രീൻ ആപ്പിൾ. പക്ഷേ ഈ റെഡ് ആപ്പിൾ വെച്ചിട്ട് ഞാൻ ഇതുവരെ അച്ചാർ ഉണ്ടാക്കിയിട്ടില്ല. കാരണം അതിന് ഒരു മധുരം ഉണ്ടല്ലോ. അപ്പോൾ ഉണ്ടാക്കിയാൽ ശരിയാവുമെന്ന് അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒരു പരീക്ഷണം പോലെ ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ നല്ലൊരു സക്സസ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും മാങ്ങാച്ചാറിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവേ ഭയങ്കര പുളിയുള്ള അച്ചാറിനോട് താല്പര്യമില്ല. മാങ്ങ പ്രത്യേകിച്ച് നല്ല പുളിയാണല്ലോ, അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമില്ലായിരുന്നു. ഈ ആപ്പിളിനാകുമ്പം ഇത് അങ്ങനെ ഭയങ്കര മധുരമൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. നമ്മളിപ്പം ഇത് ഞാൻ നല്ലെണ്ണയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ലെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചിട്ട് ഈ ആപ്പിൾ തൊലി കളയണം. തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഇതുപോലെ ആ നല്ലെണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആപ്പിളിന് പിന്നെ വലിയ വേവും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഒന്ന് വഴണ്ട് വന്നാൽ മതി. ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയിട്ട് ഒരല്പം വിനാഗിരിയും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താണല്ലോ ആപ്പിൾ അച്ചാർ റെഡിയാണ്. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, ഞാൻ വെറുതെ പറയല്ല, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിപ്പം 2 ചെറിയ ആപ്പിളേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇത് ശരിക്കും ഉണ്ടാക്കി വെച്ച് ഞാൻ മക്കളോട് പറഞ്ഞില്ലായിരുന്നു കേട്ടോ ഇത് ആപ്പിൾ കൊണ്ടുള്ള അച്ചാറാണ്. അവരെടുത്ത് കഴിച്ചിട്ട് നല്ല അച്ചാർ, സൂപ്പർ അച്ചാർ, മാങ്ങ അച്ചാറാണെന്നൊക്കെ ചോദിച്ചു. അവർ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് ആപ്പിൾ കൊണ്ടുള്ള അച്ചാറാണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് ആദ്യമേ പറയും, ഓ ആപ്പിളാണോ, വേണ്ട കൊള്ളില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പം ഞങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഈ അച്ചാർ അതുകൊണ്ട് തീർന്നു കേട്ടോ. അപ്പം ഇനി ഞാൻ വീണ്ടും ഇച്ചിരി ആപ്പിൾ വാങ്ങിച്ച് അച്ചാറിടണം എന്നുള്ളൊരു പ്ലാനിലിരിക്കുന്നു. അപ്പം കുറച്ച് മാങ്ങ വാങ്ങിച്ച് അച്ചാറിട്ട് വെച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനിയും അതൊന്ന് തീർന്നിട്ടാവാമെന്ന് വെച്ചു. അപ്പം ഇങ്ങനെ ആപ്പിൾ വെച്ച് ഇട്ടിട്ടില്ലാത്തവർ ഇനി ആപ്പിൾ വാങ്ങിക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ. എനിക്കെന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റായിട്ട് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത ദിവസത്തേക്കുള്ള പണിയെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇതിനിപ്പോൾ ഞാൻ അച്ചാർ ഇപ്പോൾ അടച്ച് ഞാനങ്ങ് പുറത്ത് വെക്കുകയുള്ളൂ. എന്നിട്ട് അടുത്ത ദിവസം ഗ്ലാസ് ബോട്ടിലെ അച്ചാറുകൾ സൂക്ഷിക്കാറില്ല, പ്ലാസ്റ്റിക് വെക്കാറില്ല ഞാൻ. അപ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിലെടുത്ത് അതിലേക്ക് ഇനി അച്ചാറെല്ലാം അങ്ങ് പകർന്ന് രാവിലെ അങ്ങ് മാറ്റി വെക്കത്തുള്ളൂ. അപ്പോഴത്തേന് നല്ലോണം ആറി കിട്ടുമല്ലോ. ബാക്കിയെല്ലാം ഫാനിൻ്റെ മൂട്ടിൽ വെച്ച് അത് ആറി കഴിയുമ്പോൾ അതും എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് രാവിലെ എടുത്ത് ചൂടാക്കി ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ബുധനാഴ്ച രാവിലത്തേക്കുള്ള മെനു. അപ്പോൾ എല്ലാവർക്കും ബൈ.